ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. കഴിഞ്ഞ മാസം ഞാൻ ചെയ്തിരുന്ന 30 ദിവസത്തെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ താഴെ ഒരുപാട് സംശയങ്ങൾ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റ് ലോസിനെ കുറിച്ചിട്ട്. ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അതിനുള്ള ആൻസർ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിന്ന് വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ വെയിറ്റ് ലോസ് ചലഞ്ച് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ റീൽസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഷോർട്സ് ആയിട്ട് യൂട്യൂബിലും ഉണ്ട്. ഞാൻ എന്തൊക്കെയാണ് കഴിച്ചത്, വേറെ എന്തൊക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് ഞാൻ ഫോളോ ചെയ്തത്, എല്ലാം തന്നെ ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. 30 ഡേയ്സിൽ ഞാൻ 76.2-ൽ നിന്ന് 69.8-ലെത്തി. അപ്പം നമുക്കിനി ഒത്തിരി പേര് ചോദിച്ചിരുന്ന 10 കോമൺ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് ചോദിച്ചിരുന്നത് വെയിറ്റ് നോക്കുമ്പോൾ രാവിലെ ഒരു വെയിറ്റ്, ഉച്ചയ്ക്ക് വേറൊരു വെയിറ്റ്, വൈകുന്നേരം ഭയങ്കര കൂടുതലായിട്ടൊരു വെയിറ്റ്, ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ഇതിലേതാണ് കറക്റ്റ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. രാവിലെ നമ്മൾ എണീറ്റ് ടോയ്ലറ്റിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വയറിനുള്ളിൽ ഫുഡോ വാട്ടറോ ഒന്നും തന്നെ ഉണ്ടാകില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസം യൂസ് ചെയ്യുന്ന ഡ്രസ്സിൻ്റെ തിക്നെസ് മാറുന്ന അനുസരിച്ചിട്ടും വെയിറ്റ് മാറാം. സോ അതൊരു വളരെ ചെറിയൊരു മാറ്റം ഉണ്ടാവുള്ളൂ, എങ്കിലും അതും ഒരു കാരണമാണ്. അപ്പോൾ ഈ രാവിലെ നോക്കുന്നതാണ് കറക്റ്റ് വെയിറ്റ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് ഉച്ചയാവുമ്പോൾ ചേഞ്ച് ആവുന്നു? നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ വെയിറ്റ്, കുടിക്കുന്ന വെള്ളത്തിൻ്റെ വെയിറ്റ്, ഹോർമോൺസിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസ്, പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിലെ സോൾട്ട് നമ്മളുടെ ബോഡിയിൽ കുറേ വാട്ടർ ഇങ്ങനെ പിടിച്ചു നിർത്തും. അപ്പോൾ അത് കാരണവും വെയിറ്റിൽ വേരിയേഷൻ വരാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമുക്ക് ഈ ഉച്ചയ്ക്കുള്ള വെയിറ്റിലും വൈകുന്നേരത്തെ വെയിറ്റിലും വെയിറ്റ് ഭയങ്കര കൂടുതലായിട്ടൊക്കെ കാണിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പലതവണയായിട്ട് വെയിറ്റ് നോക്കരുത്. അത് ഭയങ്കര ഡീമോട്ടിവേറ്റിംഗ് ആണ്. നിങ്ങളുടെ ജേർണിയെ തന്നെ നിങ്ങൾ ഇല്ലാതാക്കുന്നത് പോലെയാണ് ഈ പലതവണ വെയിറ്റ് നോക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ചാലഞ്ച് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഡെയിലി വെയിറ്റ് കാണിച്ചുകൊണ്ടിരുന്നത്. കാര്യം ആൾക്കാരത് കാണാനാണല്ലോ ആ വീഡിയോ കാണുന്നത് തന്നെ, എത്ര വെയിറ്റ് കുറഞ്ഞു എന്നുള്ളത് അറിയാനായിട്ട്. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ വെയിറ്റ് നോക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ വെയിറ്റ് നോക്കിയാൽ മതി. ഇനി അതും പറ്റുന്നില്ല, എനിക്ക് ഡെയിലി നോക്കിയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ രാവിലെ ടോയ്ലറ്റിലൊക്കെ പോയതിന് ശേഷം വെള്ളം കുടിക്കുന്നതിന് മുന്നേ വെയിറ്റ് നോക്കണം. അതാണ് നിങ്ങളുടെ യഥാർത്ഥ വെയിറ്റ്. ഇനി രണ്ടാമത്തെ ചോദ്യം ഒത്തിരി പേര് ചോദിച്ചിരുന്നത്, ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നോ, അങ്ങനെയാണോ ഇങ്ങനെ ഈ സ്പീഡിൽ വെയിറ്റ് കുറഞ്ഞു വരുന്നതെന്നുള്ളത്. സത്യം പറഞ്ഞാലില്ല, വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അതിന് പല പല കാരണങ്ങളുണ്ട്. ഒന്ന്, എനിക്കിവിടെ വേറെ ഹെൽപ്പൊന്നുമില്ല. കുട്ടിയെ നോക്കണം, എൻ്റെ മോൾക്ക് 2 വയസ്സാണ്. അപ്പോൾ അറിയാമല്ലോ, ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെയാണ്. അപ്പം അവളെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ കൂടെ ഞാൻ ഈ ഡയറ്റ് നോക്കുന്നുണ്ട്. പിന്നെന്താണ്, അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഫുഡ് നല്ലോണം കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ക്രേവിങ്സ് ഒക്കെ വരില്ലേ, അതിൻ്റേതായ ചെറിയ മെൻ്റൽ പ്രഷർ ഉണ്ട്. പിന്നെന്താണ്, ഈ കുക്കിങ്ങും ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് വർക്കൗട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി, ഒന്ന് ഇച്ചിരി റെസ്റ്റ് കിട്ടിയാൽ മതി, ആ ഒരു അവസ്ഥയിലായിരിക്കും. അതിനിടയ്ക്ക് വർക്കൗട്ടും കൂടെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ ഡയറ്റ് ഇടയ്ക്ക് നിന്ന് പോവും. അതും ഇല്ല ഇതും ഇല്ല എന്നാകുന്നതിനേക്കാളും ഏതെങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡയറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പലരുടെയും സംശയം, വർക്കൗട്ട് ചെയ്യാതെ വെയിറ്റ് എങ്ങനെ കുറയുന്നത്? നല്ലോണം ഡയറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കാലറി ഡെഫിസിറ്റ് കീപ്പ് ചെയ്ത് ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെയിറ്റ് കുറയും. പക്ഷെ എന്ന് വെച്ച് നിങ്ങൾ ഡയറ്റ് മാത്രം ചെയ്താൽ മതി, വർക്കൗട്ട് ചെയ്യരുത് എന്നൊന്നും ഞാൻ പറയില്ല. ഞാനും ഒരു 65 കിലോ വരെയൊക്കെ എത്തിച്ചിട്ട് ഡയറ്റിൻ്റെ കൂടെ തന്നെ കുറച്ച് വർക്കൗട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്നൊന്നും അറിയില്ല. മസിൽസിനെ ടോൺ ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ മസിൽ ലോസ് ഉണ്ടാകാതിരിക്കാനും ഒക്കെ വർക്കൗട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വർക്കൗട്ട് ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ എന്നെ പോലെ സമയമില്ല, എന്തെങ്കിലും ചെയ്തിട്ടൊന്ന് വെയിറ്റ് കുറച്ച് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡയറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാം, കുഴപ്പമില്ല. പിന്നെ പലരും ചോദിച്ചിരുന്നൊരു കാര്യം, ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചു. ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് കാലറി ഉള്ള ഒന്നും തന്നെ കഴിക്കാനോ കുടിക്കാനോ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ വെള്ളത്തിൽ കാലറി ഇല്ലല്ലോ, 0 കാലറിയാണ് വെള്ളത്തിൽ. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം. ഒരു ദിവസം ഒരു 2 മുതൽ 3 ലിറ്റർ വെള്ളം വരെയൊക്കെ കുടിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിലാണ് പ്രശ്നം. നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആകും, അതുപോലെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല, പിന്നെ നമ്മുടെ മെറ്റബോളിസത്തിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ വെള്ളം കുടിക്കാതിരുന്നാൽ ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചുകൊണ്ടിരിക്കണം. എത്ര കുടിക്കാൻ പറ്റുമോ അത്രയും നല്ലത്. അതുപോലെ ഈ ഫാസ്റ്റിംഗ് സമയത്ത് കുടിക്കാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. നിങ്ങൾക്ക് ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, ജീരകവെള്ളം ഇതൊക്കെ തന്നെ കുടിക്കാം. പക്ഷെ ഒന്നിലും സോൾട്ടോ ഷുഗറോ ചേർക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു സ്വീറ്റ്നേഴ്സും ആഡ് ചെയ്യാനും പാടില്ല. പ്ലെയിൻ ആയിട്ട് കുടിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ തന്നെ കാലറി വളരെ കുറവാണ്. നമുക്ക് സേഫ് ആയിട്ട് തന്നെ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാതെ ഇതൊക്കെ കുടിക്കാനായിട്ട് പറ്റും. പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നൊരു കാര്യം, എങ്ങനെയാണ് ഇത്ര ഫാസ്റ്റായിട്ട് വെയിറ്റ് കുറഞ്ഞത്, ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, നല്ല വണ്ണമുള്ള ആൾക്കാർക്ക്
പെട്ടെന്ന് വെയിറ്റ് കുറയും ആദ്യത്തെ ഒരു മാസം 1.5 മാസമൊക്കെ. അപ്പം ഞാൻ ആ നല്ല വണ്ണമുള്ള കാറ്റഗറിയിലാണ്. എൻ്റെ ഹൈറ്റ് വെറും 153 സെൻറ്റിമീറ്ററേ ഉള്ളൂ, ഞാനാണെങ്കിൽ നല്ല വണ്ണമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരാൾക്ക് ആദ്യമൊക്കെ പെട്ടെന്ന് അങ്ങ് വെയിറ്റ് കുറയും. അതിൽ കുറേയൊക്കെ വാട്ടറാണ്, കുറേ ഫാറ്റും. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ടോണായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഫാറ്റ് കുറയുന്നതിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ ഈ വെയിറ്റ് കുറയുന്നതും ഇച്ചിരി സ്ലോ ആകും. സോ നമ്മൾ അതൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം ഒരു ഡയറ്റൊക്കെ തുടങ്ങാനായിട്ട്. അതുകൊണ്ടാണ് എൻ്റെ വെയിറ്റ് വളരെ സ്പീഡിൽ കുറഞ്ഞു വന്നത്. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ഒരു വലിയൊരു കാരണം തന്നെയാണ്. നമ്മൾ ഒരു ദിവസം ഇച്ചിരിയൊക്കെ കഴിക്കാൻ, ഇച്ചിരി സ്വീറ്റ്സ് കഴിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും പറ്റത്തില്ല, ഒരു സ്പൂണൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാൽ എന്ത് പറ്റാനാ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ ഒരു സ്പൂൺ കഴിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കണം എന്ന് തോന്നും, നമ്മൾ ഡയറ്റിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെ വെയിറ്റ് കുറയുന്നത് അവിടെ സ്ട്രക്കായി പോകും. സോ നമ്മളൊരു 30 ദിവസം വെയിറ്റ് കുറയ്ക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനകത്ത് നിൽക്കാനായിട്ട് നോക്കണം. മാക്സിമം എഫേർട്ട് ഇടാനായിട്ട് ശ്രമിക്കണം. നമുക്ക് വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുന്നത്, ഇത്രയെങ്കിലും നമുക്ക് വേണ്ടി നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെന്താ. എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് പേര് 6-7 കിലോ ഒക്കെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കും അവർക്കും ഒക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും. പിന്നെ പലരും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും ദേഷ്യത്തിലും ഒക്കെ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ കഴിക്കുന്നതൊക്കെ തന്നെയാണ് ഞാനും കഴിക്കുന്നത്, ഞാനും ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, എൻ്റെ വെയിറ്റ് കുറയുന്നതേ ഇല്ല, ഞാനാണെങ്കിൽ വർക്കൗട്ടും ചെയ്യുന്നുണ്ട്, എന്നിട്ടും എന്താ എൻ്റെ വെയിറ്റ് കുറയാത്തത്? അതിന് പല 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 കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം, നിങ്ങൾ കഴിക്കുന്നത് പ്രോപ്പർ ആണോ എന്നുള്ളത് നോക്കണം. ചിലർ വിചാരിക്കും കുറച്ച് കഴിച്ചാൽ പെട്ടെന്ന് വെയിറ്റ് കുറയും. വളരെ തെറ്റായൊരു ധാരണയാണ്. എന്ന് വെച്ചാൽ ആദ്യത്തെ 2 ദിവസമൊക്കെ കുറയും, പിന്നെ അങ്ങോട്ട് മെറ്റബോളിസം ഭയങ്കരമായിട്ട് സ്ലോ ഡൗൺ ആകും. എത്ര തന്നെ ശ്രമിച്ചാലും വെയിറ്റ് അവിടെ തന്നെ സ്ട്രക്കായിട്ട് നിൽക്കും, ചിലപ്പോൾ കൂടും. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ബോഡിക്ക് വളരെ കുറച്ച് മാത്രം ഫുഡ് കിട്ടുമ്പോൾ കിട്ടുന്ന ഫുഡിനെയൊക്കെ ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഫാറ്റ് കളയുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, അത് നടക്കത്തില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് നിങ്ങൾ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതിന് വേണ്ടിയിട്ട് പോയിട്ട് കാലറി ഒക്കെ കൗണ്ട് ചെയ്ത് ഓരോ കഴിക്കുന്ന ആൽമണ്ടിന് ഇത്ര കാലറി, ഒരു മുട്ടയ്ക്ക് ഇത്ര കാലറി, ഒരു ഗ്ലാസ് ചായക്ക് ഇത്ര കാലറി എന്നൊന്നും എഴുതണ്ട. ഞാൻ അതിനോട് യോജിക്കാത്ത ഒരാളാണ്. നിങ്ങൾക്ക് നിങ്ങൾ കഴിക്കുന്നത് പ്രോപ്പറാണോ, നിങ്ങൾ ആവശ്യത്തിന് കഴിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വിശന്നിട്ടിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. നിങ്ങൾ വിശന്നത് സഹിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിനുള്ള ഫുഡ് കഴിക്കുന്നില്ല. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് വയറ് നിറയ്ക്കാനായിട്ട് പറ്റും. ഫ്രൂട്ട്സും വെജിറ്റബിൾസും നട്ട്സും അതുപോലെ എഗ്ഗ്, പനീർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരിക്കലും വിശന്നിരുന്നിട്ട് ഒരു ഡയറ്റ് ചെയ്യരുത്. പിന്നെ ഫാസ്റ്റിങ്ങിൻ്റെ കാര്യം, അത് ഞാൻ അതിലേക്ക് വരാം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൂടെ പറയട്ടെ. ഈ വർക്കൗട്ട് ചെയ്യുന്നവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എപ്പോഴും ഇഞ്ചാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ മെഷർമെൻറ്റ്സ് എടുത്ത് വയ്ക്കണം. സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം തന്നെ നിങ്ങളുടെ മെഷർമെൻറ്റ്സ് എന്താണെന്നുള്ളത് നോക്കണം. വെയിറ്റിൽ മാത്രം നിൽക്കാൻ പാടില്ല. കാര്യം, ഞാൻ ഈ വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ല, ഡയറ്റ് മാത്രമാണ് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് എനിക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ വെയിറ്റ് കുറഞ്ഞായിരിക്കും വരുന്നത്. എനിക്ക് മസിൽ ഡെവലപ്പ് ആകുന്നില്ല, ഞാൻ അതിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് മസിൽ ഡെവലപ്പ് ആകും, മസിൽ ടോൺ ആകും. അപ്പോൾ ഫാറ്റ് പോകുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ, പക്ഷെ മസിൽ നിങ്ങൾക്ക് ഗെയിൻ ആകുന്നുണ്ട്. അതുകൊണ്ട് വെയിറ്റ് ചിലപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഡ്രോപ്പ് ആവത്തില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ വെയിറ്റ് മാത്രം എന്താ കുറയാത്തത് എന്ന് വിചാരിക്കും. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ബോഡി മാക്സിമം അതിന് പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഇഞ്ച് ലോസ് നോക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഫാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ, നിങ്ങൾ ഫാസ്റ്റിംഗ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ചെയ്ത പോലെ 16:8 16 മണിക്കൂർ ഫാസ്റ്റിംഗ് ഒക്കെ ആദ്യം ചെയ്യരുത്. നിങ്ങളുടെ ബോഡിക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ ഭയങ്കര ക്രേവിങ് വരും, അല്ലെങ്കിൽ തലകറക്കം വരാം, ഹെൽത്ത് പോവാം, മെറ്റബോളിസം ക്രാഷ് ആകാം, അപ്പോൾ വെയിറ്റ് കുറയാതാകും. സോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ആദ്യം 12:12 തുടങ്ങണം. സാധാരണ ആൾക്കാർ കഴിക്കുന്ന രീതി 12 മണിക്കൂർ ഫാസ്റ്റിംഗ്, 12 മണിക്കൂർ ഈറ്റിംഗ് വിൻഡോ. അത് കഴിഞ്ഞത് 14-10 എന്നാക്കാം. 14 മണിക്കൂർ ഫാസ്റ്റിംഗ്, 10 മണിക്കൂർ ഈറ്റിംഗ് വിൻഡോ. അതൊരു 2 ആഴ്ച ഫോളോ ചെയ്ത് അതൊന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം 16:8 വരാം. അപ്പം നിങ്ങൾക്ക് വിശക്കത്തില്ല, നിങ്ങളുടെ ബോഡി അതുമായിട്ട് സെറ്റായി കഴിഞ്ഞു. അപ്പം വെറുതെ അങ്ങനെ വിശക്കത്തില്ല, സഹിച്ചിരിക്കേണ്ട കാര്യമൊന്നും വരത്തില്ല. സോ അങ്ങനെ മാത്രം 16:8 കൊണ്ടുവരാനായിട്ട് നോക്കുക. പിന്നെ ഈ 18:6 എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്, 20:4, അതൊന്നും ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയൊക്കെ ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നമ്മുടെ ഹെൽത്തിനെ നമ്മൾ കളയുന്നതിനേക്കാളും ഭേദം ഒരു ബാലൻസിൽ നിർത്തുന്നതാണ്. പിന്നെ പലരും ചോദിച്ചിരുന്നൊരു കാര്യം, പീരിയഡ്സ് അടുക്കാറാകുമ്പോൾ വെയിറ്റ് കൂടുന്നുണ്ട്, അതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. മെയിൻ കാരണം ഹോർമോണൽ ഫ്ലക്ച്വേഷൻ ആണ്, പിന്നെ വാട്ടർ റിട്ടൻഷനും. ഈ ഒരു സമയത്ത് നമ്മുടെ ബോഡി ഒരുപാട് വാട്ടർ പിടിച്ചു നിർത്തും. അപ്പോൾ അതിൻ്റെ വെയിറ്റും കൂടെ ചേർത്തിട്ടായിരിക്കും കാണിക്കുന്നത്. പിന്നെ ഹോർമോണൽ ഫ്ലക്ച്വേഷൻ കാരണം നമുക്ക് എന്തായാലും ഒരു 2-3 ദിവസം വെയിറ്റ് കൂടുതൽ കാണിക്കും. അതുപോലെ തന്നെ ഈ നമുക്ക് ക്രേവിങ് ഉണ്ടാവാം. ചിലർ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വാട്ടർ റിട്ടൻഷൻ ഉണ്ടാകും. പിന്നുള്ളൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ബ്ലോട്ടിങ് കാരണവും നമുക്ക് വെയിറ്റ് കൂടുതൽ കാണിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട്
ടെമ്പററി ആയിട്ട് നമുക്ക് വെയിറ്റ് കൂടുതൽ കാണിക്കുന്നതാണ്. അതൊക്കെ ഫാറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഡീമോട്ടിവേറ്റഡ് ആയി അവിടെ വെച്ച് നിർത്തിയിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഒരു 3-4 ദിവസം വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ വീണ്ടും വെയിറ്റ് താഴേക്ക് ഇറങ്ങി വരും. അത് നിങ്ങൾക്ക് സംശയമുണ്ട്, അതിൽ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി കണ്ടാൽ മതിയാവും. എനിക്ക് 3-4 ദിവസം വെയിറ്റ് ഒരു ഇച്ചിരി കൂടുതൽ കാണിച്ചു, എന്നിട്ട് സഡൻ ആയിട്ടങ്ങ് ഡ്രോപ്പായി. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ചെന്നിട്ട് കാണുക. പിന്നെ ചിലർ ചോദിച്ചിരുന്നു, പുറത്തുനിന്ന് ഒരു സമയമൊക്കെ ഫുഡ് കഴിച്ചാൽ തന്നെ അടുത്ത ദിവസം നല്ല വെയിറ്റ് കൂടുതൽ കാണിക്കുന്നുണ്ടല്ലോ, ഇത്രയൊക്കെ എങ്ങനെയാണ് കൂടുന്നത് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ പ്രധാന കാരണം പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡിൽ കാർബിൻ്റെ അളവ് കൂടുതലായിരിക്കും, അത് വാട്ടർ പിടിച്ചു നിർത്തും. അതുപോലെ സോൾട്ട് ഒരുപാട് കഴിച്ചിട്ടുണ്ട്, ആ ഫുഡിൽ സോൾട്ടിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിലും വാട്ടർ ബോഡി ഒരുപാട് പിടിച്ചു നിർത്തും. അങ്ങനെ ഒരു ദിവസം ഒരു സമയം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോഡിയിൽ അത് ഫാറ്റായിട്ട് കൺവേർട്ട് ആവത്തൊന്നുമില്ല. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ വാട്ടർ റിട്ടൻഷൻ അങ്ങ് മാറും. പക്ഷേ എന്ന് വെച്ച് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ച പോലെ ഒരു ദിവസം കാലറി ഡെഫിസിറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് ഡെയിലി ഒരു ബിരിയാണി കഴിച്ചാൽ എന്താ, ബിരിയാണി കഴിച്ചിട്ട് ബാക്കിയുള്ള സമയം അങ്ങ് കുറച്ചാൽ പോരെ എന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ന്യൂട്രിയൻസ് ഒന്നും തന്നെ ഇല്ല. അതിനകത്ത് എണ്ണ, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. അത് നമ്മൾ ഡെയിലി കഴിക്കുന്നതിനേക്കാളും ഹെൽത്തി ആയിട്ട് കഴിക്കുന്നതല്ലേ നമ്മുടെ ബോഡിക്ക് നല്ലത്. ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ബോഡിയെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കണം. അല്ലാതെ നമ്മുടെ വായിക്ക് വേണ്ടിയിട്ട് ഒരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഞാൻ കാലറി ഡെഫിസിറ്റിലാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് ഉണ്ടല്ലോ അതാണ് നമ്മൾ കൊടുക്കാതെ ഈ പിടിച്ചു നിർത്തുന്നത്. ഈ അൺഹെൽത്തി ആയിട്ടുള്ള സാധനം കൊടുത്തിട്ട് ഇതുകൊണ്ട് നീ വെയിറ്റ് കുറയേ, ഞാൻ ഇതേ തരുവുള്ളൂ, എൻ്റെ വായിക്ക് ഇതാണ് വേണ്ടത് എന്ന് പറയുന്ന കണക്കാണ് ഒരു ബിരിയാണി ഡെയിലി കഴിക്കുന്നത്. പിന്നെ പലരും പറയുന്ന അതിശയത്തിൽ ചോദിക്കുന്നൊരു കാര്യം, ചായ കുടിക്കുമോ വെയിറ്റ് ലോസ് ജേർണിയുടെ സമയത്ത്, പിന്നെ എങ്ങനെ വെയിറ്റ് കുറയും? ചായ കുടിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ ചിലപ്പോൾ 1-2 ചായയൊക്കെ കുടിക്കാറുണ്ട്, എന്നിട്ടും എൻ്റെ വെയിറ്റ് കുറയുന്നുണ്ടായിരുന്നു. 1 ഗ്ലാസ് പാലല്ലേ 2 ഗ്ലാസ് പാല് കുടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി ഒന്നും എവിടെയും നിന്ന് പോവില്ല. പിന്നെ പഞ്ചസാര ഇടാൻ പാടില്ല. പഞ്ചസാര, തേന്, ശർക്കര അതൊന്നും ഇട്ടിട്ട് ചായ കുടിക്കരുത്. പ്ലെയിൻ ആയിട്ട് കുടിക്കണം. പാൽ ചായ തന്നെ കുടിക്കാം, ഒരു കുഴപ്പമില്ല. ഇനി എന്നെ ചിരിപ്പിച്ചൊരു ചോദ്യം പറയാം. ഞാൻ എങ്ങനെയാണ് ക്രേവിംഗ് ഒന്നും ഇല്ലാതെ ഇത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നത്? ഞാനൊരു സംഭവമാണ്, അങ്ങനെയൊക്കെ കുറേ പേര് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാനൊരു സംഭവമൊന്നും അല്ല. ഞാൻ ഒത്തിരി തവണ തോറ്റിട്ടുണ്ട്, ഒത്തിരി തവണ. ഒരു മൊത്തം കൊല്ലം ഞാൻ 78, 76 എന്നുള്ള ഈ 2 വെയിറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചിട്ടുണ്ട്. എനിക്ക് കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു, എനിക്ക് ഭയങ്കര ക്രേവിങ് വരുമായിരുന്നു, ഞാനൊരു ഭയങ്കര വലിയ ഫുഡി ആയിരുന്നു. ഇപ്പോഴും ആണ്. സ്ട്രെസ് വന്നാൽ ഫുഡ്, സന്തോഷം വന്നാൽ ഫുഡ്, എല്ലാത്തിനും ഫുഡ്. വെറുതെ ഒരു 2 പേര് എക്സ്ട്രാ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്താൽ എനിക്ക് സന്തോഷം വരും, അപ്പം തന്നെ പോയിട്ട് കഴിക്കും. അതാണ് ഞാൻ. അപ്പം അങ്ങനെയുള്ളൊരു ആളായിരുന്നു ഞാൻ. പക്ഷേ ഈ 1 കൊല്ലം ഞാൻ വീണ്ടും ഈ ഡയറ്റ് ചെയ്യാൻ ശ്രമിച്ച് ഡയറ്റ് എങ്ങനെയാണ് പ്രോപ്പർ ആക്കേണ്ടത്, എൻ്റെ ബോഡിക്ക് എന്താണ് നല്ലത് എന്താണ് മോശം എന്നുള്ളത് മനസ്സിലാക്കി കുറേ കാര്യങ്ങൾ പഠിച്ച് 1 കൊല്ലം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ആ ട്രാക്കിൽ വന്ന് വീണത്. എല്ലാവരും അങ്ങനെയാണ്. നിങ്ങൾ ഗ്രാജ്വലി ഒരു കാര്യം വീണ്ടും ചെയ്യുമ്പോൾ അതൊരു ഹാബിറ്റ് പോലെ മാറും. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് കഴിച്ചു, നാളെ മുതൽ എനിക്ക് ഡയറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് സ്വിച്ച് ആവാൻ പറ്റും. കാര്യം അതെൻ്റെ ഹാബിറ്റായിപ്പോയി. ഞാൻ അങ്ങനെ ശീലിച്ചു കുറേ കാലം കൊണ്ട്. അങ്ങനെ നമ്മളാകും, എല്ലാവരും ആകും. ചിലർക്ക് എന്നെക്കാളും പെട്ടെന്ന് അങ്ങനെ ആകാനായിട്ട് പറ്റും. നിങ്ങൾ ശ്രമിച്ചാൽ മാത്രം മതി. ഒരു ഡയറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് 1-2 ദിവസം നിന്ന് പോയി എന്ന് വെച്ചാൽ ഒന്നും പോയില്ല. നമുക്ക് വീണ്ടും തുടങ്ങാം. അങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ട്രാക്കിലേക്ക് ചാടാനായിട്ട് നമ്മൾ പഠിച്ചു വരും. അപ്പം ഞാൻ ക്രേവിങ് ഇല്ലാത്തൊരാളും അല്ല, ഞാൻ അത്ര തുടക്കത്തിൽ തന്നെ അങ്ങനെ ഭയങ്കര കൺസിസ്റ്റൻസി ഉള്ളൊരു ആളുമല്ല. ഞാനിതൊന്നും അല്ല. ഞാനിതൊക്കെ പഠിച്ചതാണ്. നിങ്ങൾക്കും പറ്റും, എനിക്ക് പറ്റുമെങ്കിൽ ആർക്കും പറ്റും. അതാണ്. അപ്പോൾ ശ്രമിക്കുക. എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയോ അല്ലെ എൻ്റെ ഈ ലോങ് വീഡിയോസ് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ യൂസ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങളുടെ വെയിറ്റ് എവിടെയാണ് തുടങ്ങിയത്, ഇപ്പോൾ എത്ര വരെ കുറയ്ക്കാൻ പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. പിന്നെ അത് കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും പറയാം, നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ ഇത്തരം ഡയറ്റുകൾ ഡോക്ടറോട് ചോദിക്കാതെ ഒരു ഡയറ്റും പറയുന്ന ഡയറ്റും ചെയ്യാൻ പാടില്ല. പ്രഗ്നൻസി സമയത്തും അതുപോലെ കുട്ടിക്ക് പാല് കൊടുക്കുന്ന അമ്മമാരും ഫാസ്റ്റിംഗ് ഒന്നും ഫോളോ ചെയ്യാൻ പാടില്ല. ഹെൽത്തി ആയിട്ട് കഴിക്കുക. പ്രഗ്നൻസി സമയത്ത് ഡയറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചവരും ഉണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.